ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് മോഡ്യൂളാണ് നോക്കുന്നത്. ഓക്കെ, നമ്മുടെ IRലെ ലാസ്റ്റ് മോഡ്യൂളാണ് നോക്കുന്നത്. സ്റ്റേറ്റിനെ കുറിച്ച്, ഗ്ലോബൽ ഗവർണൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച്, ഗ്ലോബലൈസേഷനും സ്റ്റേറ്റും തമ്മിലുള്ള ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ പറയുന്ന ഇൻഫർമേഷൻ റെവല്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്ട് നോക്കി, വെസ്റ്റ്ഫാലിയയിൽ നിന്ന് ഇന്നത്തെ ഒരു സ്റ്റേറ്റ് സിസ്റ്റത്തിലേക്ക് വന്നതിൻ്റെ ഒരു കാര്യമൊക്കെ നോക്കി. ഓക്കെ, അപ്പോൾ അടുത്തതാണ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ NGOs ഒക്കെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്, MNCs നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്. അപ്പം അങ്ങനെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഈ പറയുന്ന സ്റ്റേറ്റ് സിസ്റ്റത്തിനൊക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഓക്കെ, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആർ വൈറ്റൽ പാർട്ടിസിപ്പൻസ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ്, ഇൻഫ്ലുവൻസിങ് പോളിസീസ് ആൻഡ് ഡിസിഷൻ വിത്തൗട്ട് ഫോർമൽ സ്റ്റേറ്റ് അഫിലിയേഷൻ. അതായത് ഫോർമലി ഇവർ സ്റ്റേറ്റിന്റെ ഭാഗമാണോ? ഈ പറയുന്ന NGOs ആണെങ്കിലും MNCs ആണെങ്കിലും എന്താണ്, ഇവരൊന്നും സ്റ്റേറ്റിന്റെ ഭാഗമല്ല. പക്ഷെ എന്തുണ്ട്, ഇവർക്ക് സ്റ്റേറ്റിനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. Their roles have evolved, impacting global governance, humanitarian efforts and security dynamics. അപ്പോൾ അവരുടെ റോൾസ് എന്താണ്? ഇവരുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ തന്നെ നിന്നുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പം മാറി കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടുണ്ട്. ഈ പറയുന്ന ഗ്ലോബൽ ഗവർണൻസിൽ ഭാഗമായിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഹ്യൂമാനിറ്റേറിയൻ എഫേർട്സിൽ, ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻസിലൊക്കെ വലിയ തോതിൽ ഇടപെടുന്നുണ്ട്. സെക്യൂരിറ്റി ഡൈനാമിക്സ് എടുത്താലും ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിൽ ഈ പറയുന്ന ആംസ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്നത് പ്രൈവറ്റൈസ്ഡ് ആണ്. ഓക്കെ, പ്രൈവറ്റൈസ്ഡ് ആണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഒരു സ്പിയർ മൊത്തത്തിൽ പ്രൈവറ്റൈസ്ഡ് ആണ്. അത് മാത്രമല്ല, ലോകത്തിലെ പല ഈ പറയുന്ന പാരാമിലിറ്ററി ഫോഴ്സസിനെയും അല്ലെങ്കിൽ ടെററിസ്റ്റ് ഓർഗനൈസേഷനെയൊക്കെ പല MNCസും ഫണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ സെക്യൂരിറ്റി ഡൈനാമിക്സിന്റെ കാര്യം നമ്മൾ എടുത്താലും ഈ പറയുന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന് എന്തുണ്ട്, വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, non-state actors are entities that operate independently of any government. They can influence international relations and policy without holding formal state power. Their actions can shape public opinion and affect international norms. നമ്മൾ ഇത്ര നേരം പറഞ്ഞു തന്നെയാണ്. അതായത് ഒരു ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റിന്റെയോ ഭാഗമല്ലാത്ത ആക്ടേഴ്സ് ആണ് ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. ആ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്. ഓക്കെ, പക്ഷെ അവർക്ക് എന്തുണ്ട്, ഈ പറയുന്ന ഇന്റർനാഷണൽ റിലേഷൻസിലും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ പോളിസീസിനെയൊക്കെ ഭീകരമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, types of non-state actors. Non-state actors can be categorized into several distinct types. International organizations, example UN, WTO, IMF. Okay, അപ്പം നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് ഓരോ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെയും വെച്ചെടുത്തെടുത്ത് വെച്ച് നോക്കാം. ഓക്കെ, ഒന്നാണ് UN, WTO, പിന്നെ IMF. ഓക്കെ, എക്സാമ്പിൾ ഫങ്ഷൻസ് ഫെസിലിറ്റേറ്റ് ഇന്റർനാഷണൽ കോപ്പറേഷൻ, പ്രൊവൈഡ് നെഗോസിയേഷൻ ഫോറംസ് ആൻഡ് ഇംപ്ലിമെന്റ് ഗ്ലോബൽ അഗ്രിമെന്റ്സ്. ഓക്കെ, അപ്പം ഈ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഒരു പ്രധാന എന്താണ് വർക്ക് എന്താണ്? ഒരു ഇന്റർനാഷണൽ കോപ്പറേഷൻ ഉറപ്പുവരുത്തുക, സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക, ഈ പറയുന്ന പല പല ഫോറങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ പല പല ഗ്രൂപ്പുകൾ തമ്മിൽ നെഗോസിയേഷൻസ് ഉറപ്പുവരുത്തുക. അത് കണക്ക് തന്നെ ഗ്ലോബലി ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള എഗ്രിമെന്റ്സ്, അത് വേൾഡിനെ മൊത്തം അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന അഗ്രിമെന്റ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ പ്രധാന ജോലി. ഓക്കെ, അടുത്താണ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ NGOs എന്ന് പറയുന്നത്. അംനസ്റ്റി ഇന്റർനാഷണൽ, ഗ്രീൻ പീസ്, ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ ഒരു NGOs ആണ്. അത് കണക്ക് ഇന്ത്യയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ മേധാ പട്കറിന്റെ ഒക്കെ വളരെ എന്താണ് പോപ്പുലറായ NGOs ഉണ്ട്. അതിനൊക്കെ കൈലാസ് സത്യാർത്ഥിയൊക്കെ നോബൽ പ്രൈസ് റെസിപ്പിയന്റ് ആണ്. അപ്പൊ പുള്ളിയുടെയൊക്കെ വളരെ പോപ്പുലറായ NGOs ഉണ്ട്. അത് കണക്ക് നസീം പ്രേംജി ഫൗണ്ടേഷൻ ഉണ്ട്, സ്മൈൽ ഫൗണ്ടേഷൻ ഉണ്ട്, ടീച്ച് ഫോർ ഇന്ത്യ, അങ്ങനെ ഒരുപാട് NGOs ഉണ്ട്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ വളരെ പ്രസിദ്ധമായ ഈ പറയുന്ന രീതിയിൽ സ്റ്റേറ്റിനെ വളരെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന NGOs ഇതൊക്കെ ഇന്ത്യയിലും ഉണ്ട്. ഓക്കെ, അഡ്വക്കേറ്റ് ഫോർ സോഷ്യൽ ഇഷ്യൂസ്, പ്രൊവൈഡ് ഹ്യൂമാനിറ്റേറിയൻ നീഡ് ആൻഡ് ഇൻഫ്ലുവൻസ് പോളിസി ത്രൂ ആക്ടിവിസം. ഓക്കെ, എന്തിലൂടെയാണ്? ആക്ടിവിസത്തിലൂടെയാണ്. ഓക്കെ, എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചെറുത്തുനിൽപ്പിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് ഈ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടല്ലോ. ഇപ്പൊ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ ഈവിൾസ് കൊണ്ട് ഇന്നും വളരെ ബുദ്ധിമുട്ടുന്ന രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ഇന്നും ഈ പറയുന്ന എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, സാനിറ്റേഷൻ ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ പെനട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ NGOs ചെയ്യുന്ന ആക്ടിവിസത്തിലൂടെയാണ് പല കാര്യങ്ങളും ഈ പറയുന്ന സ്റ്റേറ്റിന് തന്നെ എന്ത് കിട്ടുന്നത്, അതിനെക്കുറിച്ചുള്ള നോളജ് കിട്ടുന്നത്. അല്ലെങ്കിൽ NGOs വഴിയാണ് പല കാര്യങ്ങളും ഇന്ന് സ്റ്റേറ്റിനാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റിന് കഴിയാത്ത കാര്യങ്ങൾ NGOs ആണ് ആക്ടിവിസത്തിലൂടെ നേടിക്കൊടുക്കുന്നത്. ഓക്കെ, അതാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, MNCs. ആപ്പിൾ, എക്സോൺ മൊബൈൽ, നെസ്ലെ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനി, സ്പേസ് എക്സ്, ഓക്കെ, ആമസോൺ എല്ലാം എന്താണ് MNCs ആണ്. ഓക്കെ,
ഡ്രൈവ് എക്കണോമിക് ഗ്ലോബലൈസേഷൻ, ഇൻഫ്ലുവൻസ് ട്രേഡ് പോളിസീസ് ആൻഡ് ഇമ്പാക്ട് ലോക്കൽ എക്കോണമീസ്. ഓക്കെ, അപ്പം നമ്മൾ ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് MNCs എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇന്ന് ഈ ഗ്ലോബലൈസേഷൻ ഡ്രിവൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാപിറ്റലിസം ഡ്രിവൺ ആയിട്ടുള്ള സ്റ്റേറ്റുകളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന രീതിയിൽ സ്റ്റേറ്റും ഗവൺമെന്റ് ഒക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന MNCസും അല്ലെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു എലൈറ്റ് സർക്കിൾ ഉണ്ടല്ലോ, അപ്പൊ ഇവർക്ക് വലിയ തോതിലുള്ള എന്താണ് ഇൻഫ്ലുവൻസ് ആണ് ഈ പറയുന്ന സ്റ്റേറ്റിന്റെ മുകളിലുണ്ടല്ലോ. ഓക്കെ, ഇപ്പം ഈ പറയുന്ന എലോൺ മസ്കിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എലോൺ മസ്കിന് US എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ മുകളിൽ എന്തുണ്ട്, ഭീകരമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. പുള്ളി അവിടുത്തെ എന്തായിരുന്നു എന്തോ അഡ്വൈസർ ഒക്കെ ആയിരുന്നു. ഓക്കെ, ട്രംപിന്റെ ഇപ്പം രാജിവെച്ച് മാറി. ട്രംപിന്റെ ഇരിക്കുന്ന ടൈമിൽ എന്താണ് എന്തോ ലീഗൽ എന്തോ എക്കണോമിക് അഡ്വൈസറോ എന്തോ ഒരു പൊസിഷനൊക്കെ വഹിച്ചിരുന്നതാണ്. അത് കണക്ക് തന്നെ ഈ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ പുതുൽക്കാരനൊരു ബോറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഓക്കെ, കേട്ടിട്ടുണ്ടോ? ബോറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ബേസിക്കലി അത് മൈനിങ് കമ്പനിയാണ്. ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ തോതിലാണ് മൈനിങ് അവിടെ നടക്കുന്നത്. അത് ഈ എലോൺ മസ്കിന് അങ്ങനത്തെ ഒരു ക്യാപിറ്റലിസ്റ്റ് വെഞ്ചറിന് ഈ സിസ്റ്റത്തിന് മുകളിലുള്ള ഇൻഫ്ലുവൻസിന്റെ പുറത്താണ് ഇങ്ങനത്തെ എന്താണ് അട്ടിമറികൾക്ക് ഒരു സ്കോപ്പ് സ്റ്റേറ്റ് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് ഭീകരമായി ഇന്റർനാഷണൽ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷന്റെ ഒരു കാലഘട്ടത്തിൽ. ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, അടുത്താണ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. അൽഖ്വയ്ദ, ISIS, ബൊക്ക ഹറാം. ഇനി നമ്മുടെ ഇന്ത്യ ഒരു ആസ്പെക്റ്റിൽ എടുക്കുകയാണെങ്കിൽ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ. അപ്പൊ ഇതൊക്കെ എന്താണ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണ്. ഹമാസ് ഇല്ലേ, ഹമാസ് എന്താണ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹമാസ് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ? അല്ലെങ്കിൽ ഇന്ത്യക്ക് ഈ പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ ഹമാസ്? എന്താ അറിയാലോ, പാലസ്തീനിലെ അവിടുത്തെ റെബൽ ഗ്രൂപ്പാണ് ഹമാസ് എന്ന് പറയുന്നത്. അപ്പം ഹമാസ് ഇന്ത്യക്ക് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ? ആണോ? ഓക്കെ, ഇന്ത്യ യെസ് എന്നാലല്ല. ഓക്കെ, ഇന്ത്യ ഹമാസിനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങൾ ഈ പറയുന്ന ഹമാസിനെ എന്താണ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒട്ടുമിക്ക എന്താണ് അറബ് രാജ്യങ്ങളും അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളും ഇപ്പം ഈവൻ ഇന്ത്യ ഉൾപ്പെടെ ഈ പറയുന്ന ഹമാസിനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ലേബൽ ചെയ്തിട്ടില്ല. ഓക്കെ, ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ലേബൽ ചെയ്തിട്ടില്ല. ഈ പറയുന്ന ISIS, അൽഖ്വയ്ദയും ബൊക്കോ ഹറാമും അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ ഇന്ത്യൻ സ്റ്റേറ്റിന് എന്താണ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ നമുക്ക് എന്താണ് ഹമാസിന്റെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു തരത്തിൽ എന്താണ് അതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റിന് അതൊരു തരത്തില് പൊളിറ്റിക്കൽ ഡിബേറ്റിന് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഹമാസ് പോലെയുള്ള സംഘടനകൾ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ എന്ന് പറയുന്നത്. കാരണം നമുക്കത് ടെററിസം ആയിരിക്കാം, പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് അത് എന്താണ് അവരുടെ നിലനിൽപ്പിനുള്ള സ്വാതന്ത്ര്യ സമരമാണ്. അതുകൊണ്ടാണ് പല ലോകരാജ്യങ്ങളും ഹമാസ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാത്തത്. ഓക്കെ, ഒരു ഫേമസ് കോട്ടും ഉണ്ട്, എന്താണ് വൺ മാൻസ് ടെററിസം ഇസ് അനദർ മാൻസ് ഫ്രീഡം സ്ട്രഗിൾ. ഓക്കെ, അതായത് ഒരാളുടെ തീവ്രവാദം എന്ന് പറയുന്നത് വേറൊരാളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടമായിരിക്കാം എന്ന് പറയുന്ന ഒരു കോട്ടും ഉണ്ട്. ഓക്കെ, ട്രാൻസ്നാഷണൽ അഡ്വക്കേസി നെറ്റ്വർക്ക്സ്, എക്സാമ്പിൾസ് ഹ്യൂമൻ റൈറ്റ്സ് നെറ്റ്വർക്ക്സ്, എൻവയൺമെന്റൽ കോalitions. ഓക്കെ, ഇപ്പം ഹ്യൂമൻ റൈറ്റ്സ് നെറ്റ്വർക്ക്സിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം മറ്റേ ഗ്രേറ്റ തിൻബർഗ് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി നടത്തിയ ഹ്യൂമൻ റൈറ്റ്സ് ഇന്റർവെൻഷൻസ് ഉണ്ട്. ഓക്കെ, എൻവയൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടി പുള്ളിക്കാരെ കോalitions ഉണ്ട്, ഗ്ലോബൽ കോalitions ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ബോർഡർ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിന്റെ അകത്ത് നിന്ന് പ്രവർത്തിക്കാതെ മൊത്തം ഒരു ഗ്ലോബൽ സിവിൽ സൊസൈറ്റി ആയിട്ട് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അഡ്വക്കസി നടത്തുന്നുണ്ട്. ഓക്കെ, അടുത്താണ് റിലീജിയസ് ഗ്രൂപ്പ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ വത്തിക്കാൻ ആയിക്കോട്ടെ, വേരിയസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, എന്ത് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ റിലേഷൻസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ മുകളിൽ എന്തുണ്ട് ഭീകരമായ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം എന്താണ് ഈ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾക്കൊക്കെ എന്തുണ്ട് വലിയ തോതിലുള്ള എന്തുണ്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പൊ കേരളത്തിലെ റീസെന്റ് ഇലക്ഷൻ തന്നെ നോക്കിയാൽ IUML അല്ലെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താണ് ഒരു റിലീജിയസ് ഓർഗനൈസേഷൻ ആണ് മുസ്ലിം ലീഗ്.
അത് സെക്യുലർ ആണ് എന്നൊക്കെ പറഞ്ഞാലും എന്താണ്, അത് ബേസിക്കലി ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്ന മുസ്ലിം ഐഡന്റിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു റിലീജിയസ് ഗ്രൂപ്പാണ്. പക്ഷെ അവര് മത്സരിച്ച് 27-26 സീറ്റും ജയിച്ചു. ഓക്കെ, അപ്പം റിലീജിയസ് ഗ്രൂപ്പ്സിന് എന്തുണ്ട്, സ്റ്റേറ്റിന്റെ മുകളിൽ ഭീകരമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, criminal organization, drug cartels, human traffic networks operate outside legal frameworks and challenge states sovereignty. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അവരുടെ ഈ പറയുന്ന പരമാധികാരത്തിൽ അവർ നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡ്രഗ് കാർട്ടേഴ്സ് അല്ലെങ്കിൽ ക്രിമിനൽ സിൻഡിക്കേറ്റ്സിനെ കൊണ്ടാണ്. അപ്പം ഇവരെ ആണ് ആ നാട്ടിലെ ഏറ്റവും വലിയ അവരുടെ ശത്രു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിച്ച് അവിടുത്തെ എക്കോണമിയെ വീക്കനാക്കി, അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റത്തിനെ വീക്കനാക്കി, അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിനെ വീക്കനാക്കി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇതൊക്കെ. അപ്പൊ അതെന്താണ്, ഈ സ്റ്റേറ്റ് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ കാര്യമായിട്ടോ നമ്മൾ പറയുന്നത്. ക്രിമിനൽ ഓർഗനൈസേഷനും ടെററിസം ഒക്കെ എന്താണ്, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്. Non-state actors exhibit several defining characters. Autonomy. They operate independently of state control. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റേറ്റ് കൺട്രോളിൽ വരുന്ന കാര്യമല്ല. ഓക്കെ, ദേ ക്യാൻ ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ പോളിസി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് ആർക്കുണ്ട്, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് ഇന്ത്യയിലെ മീഡിയ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ മീഡിയ എല്ലാം പർച്ചേസ്ഡ് ആണ്. നിങ്ങൾക്ക് ബയസ്ഡ് അല്ലാത്ത ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് ചരിവില്ലാത്ത ഒരു മീഡിയ എടുത്ത് നോക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഓക്കെ, ഒരു മീഡിയ ഇന്ന് ഇന്ത്യയിൽ ഇല്ല. പഴയ NDTVയുടെ എഡിറ്റർ ഇൻ ചീഫ് ഉണ്ടായിരുന്നു, രവീഷ് കുമാർ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ഫ്രീ വോയിസ് എന്ന് പറഞ്ഞ്, പറ്റുന്ന ആൾക്കാർ വായിച്ചു നോക്കുക. അപ്പൊ ആ ബുക്കിനകത്ത് പുള്ളി രാജിവെച്ച് ഇറങ്ങാൻ കാരണം ഇന്ത്യയിലെ വൺ ഓഫ് ദ എന്താണ് ഒരു പ്രൈം ജേർണലിസ്റ്റ് ആയിരുന്നു രവീഷ് കുമാർ. കാരണം NDTVയുടെ അന്ന് NDTV കത്തിക്കുന്ന ടൈമിൽ NDTVയുടെ എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്നു. അങ്ങനെ രവീഷ് കുമാർ NDTV രാജിവെച്ച് പോകുന്ന സാധ്യത ഉണ്ടാവില്ല. അതായത് 2014 ശേഷം അദാനി NDTV പർച്ചേസ് ചെയ്യുകയും അങ്ങനെ ഇത് ഇന്ത്യ എന്താണ് ഈ പറയുന്ന സ്വാതന്ത്ര്യം നേടിയ അവസാനത്തെ ആണിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് രവീഷ് കുമാർ രാജിവെച്ചിരുന്നത്. അപ്പം മീഡിയ പോലൊരു സാധനത്തിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒപ്പീനിയൻസിനെ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻസിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനൊക്കെ വലിയ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ചെലുത്തുന്നുണ്ട്. ഇപ്പൊ MNC പോലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ആയിക്കോട്ടെ. ഓക്കെ, പിന്നെ ഡൈവേഴ്സിറ്റി. They range from humanitarian groups to profit driven corporations. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് MNCയുടെ മാത്രമല്ല, NGOs ഉണ്ട്, അല്ലെങ്കിൽ ക്രിമിനൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, വളരെ അങ്ങ് എക്സ്റ്റെൻഡിൽ കിടക്കുന്ന പല നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഉണ്ട്. ഗ്ലോബൽ റീച്ച്. They often operate across national borders. അതായത് ഇപ്പം ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ കാര്യം തന്നെ എടുത്താലും MNCസിന്റെ കാര്യം എടുത്താലും എന്താണ്, ഇതൊന്നും ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന കാര്യമല്ല, അതിന് ബോർഡർലെസ് ആണ് അല്ലെ. അത് ഒരു ബോർഡറിനുള്ളിൽ നിന്ന് ഒരു ചട്ടക്കൂട്ടകത്ത് നിന്ന് അല്ലെങ്കിൽ ഫ്രെയിം വർക്കിന്റെ അകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് ഇങ്ങനെ സ്പ്രെഡായി പോയിക്കൊണ്ടിരിക്കും. റോൾസ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ്. നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് പ്ലേ വേരിയസ് റോൾസ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ്. പോളിസി അഡ്വക്കസി, ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ഇക്കണോമിക് ഇമ്പാക്ട്, സെക്യൂരിറ്റി ചാലഞ്ചസ്. ഓക്കെ, ഇതെല്ലാം നമ്മളിപ്പോ പറഞ്ഞ പോയിന്റാണ്, അതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നില്ല. ഓക്കെ, ഈ നമ്മൾ ഈ സാധനം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് പോയിന്റ് അധികം കയറി വരുന്നതാണ്. ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഇതിങ്ങനെയൊക്കെയാണ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിൽ സ്റ്റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അടുത്താണ് ഗ്ലോബൽ സിവിൽ സൊസൈറ്റി. അപ്പോൾ നമുക്ക് എന്താണ് ഗ്ലോബൽ സിവിൽ സൊസൈറ്റി എന്ന് നോക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു ജോൺ എച്ച് ബർട്ടൺ, one of the consequences of globalization has been the emergence of transnational or world society. അപ്പം ജോൺ എച്ച് ബർട്ടൺ എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ കൊണ്ടുണ്ടായ ഒരു വലിയൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ട്രാൻസ്നാഷണൽ അല്ലെങ്കിൽ ഒരു വേൾഡ് സൊസൈറ്റി ഉണ്ട്. ലോകം മൊത്തം ഒരു സൊസൈറ്റി ആയി മാറി. ഓക്കെ, ലോകം മൊത്തം സൊസൈറ്റി ആയി മാറി, അല്ലെങ്കിൽ ഒരു ട്രാൻസ്നാഷണൽ സൊസൈറ്റി വന്നു. അതായത് ഒരു നേഷന്റെ ഉള്ളിൽ മാത്രം നിന്ന് പ്രവർത്തിക്കാതെ ട്രാൻസ്നാഷണൽ പല നേഷൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് അതൊരു സൊസൈറ്റി ആയിട്ടാണ് ഇന്ന് ഗ്ലോബൽ, അതിനാണ് നമ്മൾ ഗ്ലോബൽ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, interest in the idea of global civil society grew during the 1990s as a mosaic of new groups, organizations and movements started to appear, which both sought to challenge or resist what we see as corporate globalization and articulate alternative modes of social, economic and political development. അപ്പം ഈ ഒരു പാരഗ്രാഫ് പറയുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞു തന്നെയാണ്. അതായത് 1990സിന് ശേഷം എന്താണ്, ലോകത്തിലെ എക്കണോമിക് സിസ്റ്റം ഒക്കെ മാറുകയാണ്. ഈ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോളിസി ഒക്കെ ഏറ്റെടുക്കുന്നു. അപ്പം അന്ന് വരെ കണ്ടുകൊണ്ടിരുന്ന ഒരു തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് ഗ്ലോബലൈസേഷൻ ഉണ്ട്. അതായത് കോർപ്പറേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, എന്താ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നു, അവർ മാക്സിമം പ്രോഫിറ്റ് നേടിയെടുക്കുന്നു എന്നല്ലാതെ കുറച്ചും കൂടെ പൊളിറ്റിക്കലി, കൾച്ചറലി, ഐഡിയോളജിക്കലി ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ കയറി വ്യാപിച്ചു. അങ്ങനെയാണ് ഈ പറയുന്ന സിവിൽ സൊസൈറ്റി, ഗ്ലോബൽ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞ ഐഡിയ വരുന്നത്. ഓക്കെ, അതായത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു, ഇൻഫ്രാസ്ട്രക്ചർ പണിയുന്നു എന്നല്ലാതെ കുറച്ചും കൂടെ പൊളിറ്റിക്കൽ ആയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഇതിൽ എക്കണോമിക്കലി ആണെങ്കിലും ഐഡിയോളജിക്കലി ആണെങ്കിലും കൾച്ചറലി ആണെങ്കിലും ഇതിന്റെ ഒരു മോഡ് മാറുകയാണ്. ഓക്കെ, the development of emergent global society can be explained through the theory of countervailing power as developed by J.K.
ഗൽബ്രൈത്ത്. അപ്പൊ JK ഗൽബ്രൈത്ത് പറഞ്ഞ ഒരു കൗണ്ടർ വെയിലിംഗ് പവർ എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഗ്ലോബൽ സിവിൽ സൊസൈറ്റിയുടെ ഒരു ഐഡിയയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ, കൗണ്ടർ വെയിലിംഗ് പവർ എന്താണെന്ന് നോക്കാം. The theory that concentrations of power tend to be temporary because they stimulate opposition forces and the emergence of rival centers of power, often used to explain challenges to corporate power. Okay, അതായത് ഇതിന്റെ ഒരു കൗണ്ടർ വെയിലിംഗ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് കൗണ്ടർ വെയിലിംഗ് പവർ പറഞ്ഞത്. അതായത് ഒരിക്കലും ഒരു ഡോമിനന്റ് പവർ മാത്രം ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു ഡോമിനന്റ് പവർ മാത്രം ഉണ്ടാവുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് വേറെയും പവറുകൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, വേറെയും ഒപ്പോസ് ചെയ്തുകൊണ്ടുള്ള ഫോഴ്സസ് വന്നുകൊണ്ടിരിക്കും. ഈ പറയുന്ന ഒരൊറ്റ സെന്റർ ഓഫ് പവർ മാത്രം ഉണ്ടാവില്ല, ഇതിന് റൈവലായിട്ട് എപ്പോഴും എന്താണ് വേറെ വേറെ പവേഴ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പം ഇത് ഈ കോർപ്പറേറ്റ് പവറിന്റെ എന്താണ് ചാലഞ്ച് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പം കോർപ്പറേറ്റ് പവർ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി, കോർപ്പറേറ്റ് മാത്രം ഈ പറയുന്ന രീതിയിൽ ഒരു ഭരണം വന്നപ്പോഴത്തേക്കും അതിന് കൗണ്ടറായിട്ട് NGOs വന്നു, പിന്നെ ഈ ട്രാൻസ്നാഷണൽ ക്രിമിനൽ ഓർഗനൈസേഷൻസ് വന്നു, ഈ സ്റ്റേറ്റിന് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് മാത്രമായിട്ട് നിന്ന സ്റ്റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഈ പറയുന്ന രീതിയിൽ ഒരു കൗണ്ടർ വെയിലിംഗ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഡോമിനന്റ് പവറിനെതിരെ എപ്പോഴും ഒരു കൗണ്ടറിംഗ് പവർ വന്നുകൊണ്ടേയിരിക്കുന്നു. The so-called Earth Summit held in Rio de Janeiro in 1992 is often cited as the earliest evidence of a functioning global society. അപ്പം Earth Summit റിയോ ഡി ജനറോ ഹെൽഡ് ചെയ്ത Earth Summit-നെയാണ് ലോകത്തിലെ ആദ്യമേ നമ്മൾ ഒരു വളരെ എവിഡന്റ്ലി കണ്ട ഒരു ഗ്ലോബൽ സിവിൽ സൊസൈറ്റി എന്ന് പറയാൻ കഴിയുന്നത്. അങ്ങനെ ഗ്ലോബൽ സിവിൽ സൊസൈറ്റി എന്ന് പറയാൻ കഴിയുക എന്താണ്, കാരണം അത് എന്തിനു വേണ്ടിയാണ്, അത് ലോകത്തിന്റെ മൊത്തം അഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നത്തിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് നമ്മൾ ഈ പറയുന്ന Earth Summit കൂടുന്നത്. അല്ലെ, Earth Summit-ന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, ക്യോട്ടോ പ്രോട്ടോകോൾ ഒക്കെ വരുന്നത് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പം Earth Summit-ന്റെ ഭാഗമായിട്ടാണ് ക്യോട്ടോ പ്രോട്ടോകോൾ ഒക്കെ വരുന്നത്. അപ്പം ഈ പറയുന്ന ഈ പറയുന്ന എന്താണ് ലോകത്തിന്റെ ഒരു വളരെ എവിഡന്റ് ആയ ഫസ്റ്റ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ക്യോട്ടോ പ്രോട്ടോകോളിലൂടെയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. The formation of the World Social Forum in 2001 gave the global civil society sector a greater sense of focus and organizational action, enabling it to challenge this greatest capitalist rival, the World Economic Forum. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൗണ്ടർ വെയിലിംഗ് എന്ന് പറഞ്ഞത്. അതായത് വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറഞ്ഞാൽ വളരെ എക്കണോമിക്കലി അല്ലെങ്കിൽ എക്കണോമിക് ആസ്പെക്ട്സിനെ ഈ പറയുന്ന കോർപ്പറേറ്റ് പവറിനെ കേന്ദ്രബിന്ദു വെച്ചുകൊണ്ടുള്ളായിരുന്നു ഒരു 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 ഓർഗനൈസേഷൻ ലോകത്തുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പറയുന്ന വേൾഡ് സോഷ്യൽ ഫോറം എന്ന് പറഞ്ഞ് അതിനെ കൗണ്ടർ വെയിലിംഗ് ചെയ്തുകൊണ്ട് വേറൊരു സാധനം പൊങ്ങി വരുന്നത്. ഇതാണ് ഗൽബ്രൈത്ത് പറഞ്ഞ ഐഡിയയും. ഓക്കെ, കൗണ്ടർ വെയിലിംഗ് പറഞ്ഞത് അതായത് എപ്പോഴും ലോകത്തിൽ ഒരു ഡോമിനന്റ് പവർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡോമിനേഷൻ മാത്രം ഒന്നിനും ഉണ്ടാവില്ല. അപ്പോൾ അതിനെ റൈവലായിട്ട് അല്ലെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് വേറെ പവറുകൾ വന്നുകൊണ്ടേയിരിക്കുന്നതാണ് ഗൽബ്രൈത്ത് പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മൾ ബാലൻസ് ഓഫ് പവർ എന്ന് പറഞ്ഞ ഐഡിയയിൽ, ബാലൻസ് ഓഫ് പവറിന്റെ ഒരു വേറൊരു തരത്തിലുള്ള ഒരു തിയറിയാണ് ഗൽബ്രൈത്ത് പറഞ്ഞ കൗണ്ടർ വെയിലിംഗ് പവർ എന്ന് പറയുന്നത്. അടുത്താണ് സ്റ്റേറ്റ് ആൻഡ് ഗ്ലോബലൈസേഷൻ. Retreat of the state. Retreat എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, if borders have become perennial and all geographical entities have been shaken, state sovereignty, at least in its traditional sense, cannot survive. This is the sense in which governance in the 21st century has assumed a genuinely post-sovereign character. ഓക്കെ, അപ്പം എന്താണ് പറഞ്ഞു വെക്കുന്നത്, ഈ പറയുന്ന നമ്മൾ പറഞ്ഞു ഗ്ലോബലൈസേഷൻ എന്താണ്, ബോർഡർലെസ് ആന്ന് പറഞ്ഞു. അപ്പൊ ഈ ബോർഡർലെസ് ആയിട്ട് ഇത്രയും ട്രാൻസ്നാഷണൽ ആയിട്ട് ഇങ്ങനെ സ്റ്റേറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, അവിടെ സോവർണിറ്റിക്കാണ് പ്രശ്നം ഉണ്ടാവുക എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇതിന്റെ സോവർണിൻ ക്യാരക്ടറിനാണ് പ്രശ്നം ഉണ്ടാവുക. ആസ് യൂസർ സ്ട്രെയിൻസ് പുട്ട് ഇറ്റ്, where states were once masters of markets, now it is the market which on many issues are the masters of the governments of state. ഓക്കെ, സൂസർ സ്ട്രെയിൻസ് എന്താണ് നമ്മൾ തന്നെ പറഞ്ഞ പോലെ, അതായത് എന്തായിരുന്നു ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു, ഈ പറയുന്ന മാർക്കറ്റിന്റെ മുകളിലുള്ള മാസ്റ്റർ ആരായിരുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ മുകളിൽ അതോറിറ്റി ഉണ്ടായിരുന്ന ആർക്കായിരുന്നു, ഗവൺമെന്റ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റേറ്റിനെ വരെ റൂൾ ചെയ്യുന്ന എന്താണ്, ഈ പറയുന്ന മാർക്കറ്റ് ആണ്. അതിന് കാരണം എന്താണ്, ഗ്ലോബലൈസേഷൻ ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് റിട്രീറ്റ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. റിട്രീറ്റിനെ നമ്മൾ ഡിക്ലൈൻ ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ് എന്ന് പറയുന്ന സിസ്റ്റം ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലോബലൈസേഷന്റെ പാർട്ടായിട്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി സ്റ്റേറ്റ്. Globalizing tendency have not only cast doubt over the continued relevance of the principle of state sovereignty, but also arguably reshaped the nature and role of the state itself. Robert Cox talks about internationalization of state. Okay. ഓക്കെ, അപ്പം റോബർട്ട് കോക്സ് അല്ല, ട്രാൻസ്ഫോർമേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ സ്റ്റേറ്റ് സോവറിനിറ്റിയെ കുറിച്ച്. അപ്പം ആ ഐഡിയ ഇത് ഇങ്ങനെ ചോർന്നൊലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സോവറിനിറ്റി എന്ന് പറഞ്ഞ ഐഡിയ, സ്റ്റേറ്റിൽ സോവറിനിറ്റി എന്ന് പറഞ്ഞ ഐഡിയക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇതിന്
അത് ആ സ്റ്റേറ്റിന്റെ നേച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വേറൊരു അഭിപ്രായം പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരു കാര്യത്തിന് എപ്പോഴും ഫിക്സ്ഡ് ആക്കി വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഐഡിയ ഫിക്സ്ഡ് ആക്കി വെക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഐഡിയക്ക് എന്ത് വരുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ റോബർട്ട് കോക്സ് പറയുന്നത് ഇതിനെ ഇന്റർനാഷണലൈസേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇന്റർനാഷണലൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, ഇവര് ഈ പറയുന്ന രീതിയിൽ സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ ഒരു 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 വലിയ രീതിയിൽ ഇടപെടുന്ന ഒരു അവസ്ഥയാണ് ഇന്റർനാഷണലൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ സോവറിനിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് സോവറിനിറ്റി വർക്ക് ആവുന്നതെന്നാണ് റോബർട്ട് കോക്സ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇപ്പം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ UN പോലെയുള്ള, അല്ലെങ്കിൽ നമ്മൾ യൂറോപ്യൻ യൂണിയന്റെ കാര്യം ഞാൻ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ ട്രാൻസ്നാഷണൽ ഓർഗനൈസേഷൻ ആണ് യൂറോപ്യൻ യൂണിയൻ. അപ്പൊ യൂറോപ്യൻ യൂണിയൻ ട്രാൻസ്നാഷണൽ ഓർഗനൈസേഷൻ ആവാൻ പറയാൻ കാര്യം എന്താണ്? when they are in European Union, they have to give up some of their sovereign rights to the organization, right? അതായത് അവര് വർക്ക് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യണം, ദേ ഹാവ് ടു ഗിവ് അപ്പ്, അതായത് അവരുടെ കുറച്ച് സോവറിൻ റൈറ്റ്സ്, ഓക്കെ, അവരുടെ പരമാധികാരത്തിന് കുറച്ച് റൈറ്റ്സ് അവർക്ക് വിട്ടുകൊടുക്കണം യൂറോപ്യൻ യൂണിയൻ കളക്റ്റീവായിട്ട് ഡിസിഷൻ എടുത്താൽ അത് അതിനകത്തുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളെ അത് ബാധിക്കും. അപ്പൊ അവിടെ അവരുടെ സോവറിനിറ്റിക്ക് അവിടെ ഒരു വെല്ലുവിളി ഉണ്ട്, മനസ്സിലായില്ലേ? അവരുടെ പരമാധികാരത്തിന് അവിടെ ഒരു വെല്ലുവിളി ഉണ്ട്. അപ്പം ആ ഒരു ഐഡിയ ആണ് ഇന്റർനാഷണലൈസേഷൻ ഓഫ് സ്റ്റേറ്റിൽ റോബർട്ട് കോക്സ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന് എന്തുണ്ട്, ഈ പറയുന്ന രീതിയിൽ സ്റ്റേറ്റിൽ ഇടപെടുന്ന ഒരു വലിയ രീതിയിലുള്ള ഇടപെടാനുള്ള ഒരു 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 ഇൻഫ്ലുവൻസ് ഇന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ സോവറിനിറ്റി പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇതൊരു കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ ഒരു ബാലൻസിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം സോവറിനിറ്റി എന്ന് പറഞ്ഞ ഐഡിയക്ക് എന്ത് പറ്റിയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നു. പിന്നെയാണ് റിട്ടേൺ ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, discourse about the state in the early 21st century has been dominated by talk of retreat or decline. State sovereignty is routinely dismissed as an irrelevance, as states are viewed as dinosaurs waiting to die. Realists and other state-centric commentators argue that the impact of globalization in its economic, cultural, and political forms have always been exaggerated. States remain the decisive political actor. Okay, എന്താണ് നമ്മൾ ഈ നേരത്തെ പഠിച്ച റിട്രീറ്റിന്റെ ഒരു ഓപ്പോസിറ്റ് ഐഡിയ ആണ് റിട്ടേൺ ഓഫ് സ്റ്റേറ്റ് പറഞ്ഞു വെക്കുന്നത്. അതായത് എന്താണ് നിങ്ങൾ ഈ പറയുന്ന പോലെ സ്റ്റേറ്റ് സോവറിനിറ്റി ഗ്ലോബലൈസേഷൻ വന്ന് ബോർഡർ എല്ലാം പോയി, ആർക്കും ഇപ്പൊ പരമാധികാരം ഒന്നുമില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ്, അതുകൊണ്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഭീകരമായിട്ട് ഇടപെടുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ സ്റ്റേറ്റ് സിസ്റ്റം ഒക്കെ എന്താണ് ഡൈനോസോസ് വെയിറ്റിംഗ് ടു ഡൈ എന്നാണ് പറയുന്നത്. അതായത് എക്സ്റ്റെൻഡ് ആയി പോയൊരു മൃഗമാണ് ഡൈനോസോസ്, അല്ലേ? അപ്പം എക്സ്റ്റൻഷനിലേക്ക് പോകുന്ന, അതായത് വംശനാശത്തിലേക്ക് പോകുന്ന ഒരു ഐഡിയ ആണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ പറയുന്ന ഡിസ്കോസിൽ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നു. ഓക്കെ, അതായത് 21st സെഞ്ചുറിയിൽ, നമ്മൾ ഇന്നത്തെ നൂറ്റാണ്ടിൽ. അപ്പം റിയലിസ്റ്റുകൾ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് സെൻട്രിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് എന്താണ് പറയുന്നത്, അങ്ങനെ ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന നിങ്ങൾ കൾച്ചറലി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം എന്താണ്, ഒരിക്കലും തകരില്ല. സ്റ്റേറ്റ് ആയിരിക്കും എന്നും ഈ പറയുന്ന ഏത് പൊളിറ്റിക്കൽ ആക്ടേഴ്സ് വന്നോട്ടെ, ഏത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് വന്നോട്ടെ, സ്റ്റേറ്റ് ആയിരിക്കും. എന്താണ് സ്റ്റേറ്റ്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റും ഗവൺമെന്റിനകത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ആ ഒരു ലീഗൽ ബോഡി ഉണ്ടല്ലോ, ആ ലീഗൽ ബോഡിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ് ആണ് എന്നും ഈ പറയുന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെയും പൊളിറ്റിക്കൽ ആക്ടേഴ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുക എന്നാണ് റിയലിസ്റ്റുകളും അല്ലാത്ത അതർ സ്റ്റേറ്റ് സെൻട്രിക് ആയിട്ടുള്ള കമന്റേറ്റേഴ്സും പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അടുത്താണ് വാട്ട് ഇസ് ഗ്ലോബൽ ഗവർണൻസ്. ഇതെല്ലാം ഭയങ്കര കോറിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയ ആണ്. പിന്നെ ഇതിൽ നിന്നും അധികം അങ്ങനെ ഒരുപാട് എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ അല്ല. ഓക്കെ, global governance can be defined as a system of institutions, rules, norms, and procedures that enable international cooperation on issues that cross national borders. ഗ്ലോബൽ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റമാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന UN ഒക്കെ ഗ്ലോബൽ ഗവർണൻസിന്റെ ഭാഗമാണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആവാം, നോംസ് ആവാം, പ്രൊസീജിയേഴ്സ് ആവാം. ക്യോട്ടോ പ്രോട്ടോകോൾ ഗ്ലോബൽ ഗവർണൻസിന്റെ ഭാഗമാണ്. ഓക്കെ, ദാറ്റ് എനേബിൾ ഇന്റർനാഷണൽ കോപ്പറേഷൻ ഓൺ ഇഷ്യൂസ് ദാറ്റ് ക്രോസ് നാഷണൽ ബോർഡേഴ്സ്. അതായത് ഒരു സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഒരു നേഷന്റെ ഉള്ളിൽ മാത്രം നിൽക്കാത്ത കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അല്ലെ? ഇപ്പൊ ടെററിസം അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ്, ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ്, COVID-19 വന്നില്ലേ, COVID-19 ഒരു രാജ്യത്ത് മാത്രമാണോ വന്നത്? അല്ല. അപ്പൊ അവിടെ എന്തുണ്ടായി? അവിടെ ഒരു ഗ്ലോബൽ ഗവർണൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ സിവിൽ സൊസൈറ്റി ഒന്നിച്ച് നിന്ന് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ ബേസിക്കലി ഗ്ലോബൽ ഗവർണൻസ് പറയുന്നത്. അത് എങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളും വട്ടത്തിൽ തീരുമാനിക്കുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പം UN പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ ആവാം. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലൈമറ്റ് ചേഞ്ചിൽ UN എന്ത് ചെയ്തിട്ടുണ്ട്? ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാജ്യങ്ങളെ ലീഗലി ബൈൻഡ് ചെയ്തിട്ടുണ്ടാണ് ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, അതെന്താണ്? അത് തരത്തിലുള്ള റൂൾസ് ആൻഡ് നോംസ് ആണ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഇന്റർനാഷണൽ കോപ്പറേഷനിലൂടെ ഒരു നേഷനിൽ മാത്രം ഒതുങ്ങാത്ത പ്രശ്നങ്ങളെ കൗണ്ടർ ചെയ്യുക എന്ന് പറയുന്ന ഐഡിയയിലാണ് ഗ്ലോബൽ ഗവർണൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ?
എനിക്കും വയ്യ, ഞാൻ കുറച്ച് യാത്രയിലായിട്ട് ക്ഷീണിച്ചിരിക്കുക. Okay. These issues include economic development, trade, human rights, peace and security and environmental protection. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതായത് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന കാര്യം പറഞ്ഞാൽ ഇപ്പം ആസിയാൻ, ഇപ്പൊ ഇന്ത്യക്ക് തന്നെ ആസിയാനുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസുമായിട്ട് എന്തുണ്ട്, നമുക്ക് ആക്ട് ഈസ്റ്റ് പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ്? എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ട്രേഡ് ഇവരുമായിട്ട് തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറയാട്ടോ. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ഒക്കെ വരുമ്പോൾ എന്താണ്, അതൊരു ഒരു സ്റ്റേറ്റിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കുന്ന കാര്യമല്ലേ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആഫ്രിക്കയിലൊക്കെ എന്ത് നടന്നിട്ടുണ്ട്? ഭീകരമായ രീതിയിൽ ജനസൈഡും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട്, ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ജനസൈഡ്. ഇത് ആ രാജ്യത്തിനകത്ത് മാത്രം വെച്ച് ഡീൽ ചെയ്യുന്ന ഒരു കാര്യമല്ല. അങ്ങനത്തെ ഒരു വലിയൊരു ഗ്രേവ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ നടന്നിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന ഗ്ലോബൽ സിവിൽ സൊസൈറ്റിക്ക് എന്ത് ചെയ്യാം? അത് ചോദ്യം ചെയ്യാൻ കഴിയും. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ പാലസ്തീനിൽ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ എന്താണ്, അത് പാലസ്തീന്റെ വിഷയമല്ലേ, അത് ഇസ്രായേലും പാലസ്തീനും കൂടെ തമ്മിൽ തീർക്കട്ടെ എന്നാണോ പറയുക? അല്ല, അത് എവിടെ ചർച്ചയ്ക്ക് വരും? ആ സാധനം ഈ പറയുന്ന ഗ്ലോബൽ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ഗ്ലോബൽ ഗവൺമെന്റ്സിന്റെ ഭാഗമായിട്ടുള്ള UN-ലേക്ക് വരും, അല്ലെങ്കിൽ അതേപോലുള്ള ബാക്കിയുള്ള സംഘടനയിലേക്ക് ചർച്ചകൾ വരും. അതുകൊണ്ടാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഗ്ലോബൽ ഗവൺമെന്റ്സിന്റെ ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സിവിൽ സൊസൈറ്റിയുടെ പാർട്ട് ആയതുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെ, റഷ്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഈ പ്രശ്നങ്ങൾ ഡിപ്ലോമാറ്റിക്കലി നെഗോഷിയേറ്റ് ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു പ്രശ്നം, ഒരു ഹ്യൂമൻ റൈറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരു രാജ്യത്തിന് മാത്രം ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഓക്കെ, ഇതാണ് പീസ് ആൻഡ് സെക്യൂരിറ്റി, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. സിസ്റ്റം എയിംസ് ടു ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കോപ്പറേഷൻ എമംഗ് ഇന്റർനാഷണൽ ആക്ടേഴ്സ്, including states, intergovernmental organization, business and non-governmental organization and other parts of civil society. ഓക്കെ, അപ്പൊ ഈ ഇന്റർനാഷണൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിന്ന്, ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് ഈ പറയുന്ന ഇന്റർനാഷണൽ ആക്ടേഴ്സ് തമ്മിൽ, അത് സ്റ്റേറ്റുകൾ തമ്മിൽ, അല്ലെങ്കിൽ NGOs തമ്മിൽ, MNCs തമ്മിൽ ഉണ്ടാവുന്ന എന്താണ് ഒരു കോപ്പറേഷൻ ഉറപ്പുവരുത്താൻ, ഇനി അഥവാ കോൺഫ്ലിക്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കാനൊക്കെ ഈ പറയുന്ന ഇന്റർനാഷണൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിന്ന്, അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്ലോബൽ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഫൈൻഡ് ആൻഡ് മാനേജ് കളക്റ്റീവ് സൊല്യൂഷൻസ് ടു ഗ്ലോബൽ ചാലഞ്ചസ്. ഓക്കെ, അതായത് ഗ്ലോബലി കളക്റ്റീവ്ലി ഈ പറയുന്ന വേൾഡിലെ രാജ്യങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ലൈക്ക് ഐ സെഡ്, there is climate change issues, there are terrorism issues, okay, we had a pandemic. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ എന്താണ്, അതിനെ കളക്റ്റീവായിട്ട് റെസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ഐഡിയയിലാണ് ഈ പറയുന്ന ഗ്ലോബൽ ഗവർണൻസ് വർക്ക് ആവുന്നത്. ഓക്കെ, today's problems are transnational cross-border issues. Okay, climate change, terrorism, pandemics, economic crisis, poverty. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് എല്ലാം പറഞ്ഞതാണ്. പോവർട്ടി ഒക്കെ എന്താണ്? പോവർട്ടി ഒക്കെ ഒരു വലിയ പ്രശ്നമാണ്. ഓക്കെ, അതിന് ബോർഡർ ഇല്ലാത്തൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിൽ മാൽന്യൂട്രീഷൻ അനുഭവിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എന്ത് ചെല്ലുന്നത്? ഈ പറയുന്ന NGOs ഉൾപ്പെടെ, പല MNCs ഉൾപ്പെടെ, പല രാജ്യങ്ങൾ ഉൾപ്പെടെ അവരെ സഹായിക്കുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ UN പോലുള്ള സംഘടനകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടത്തെ ആൾക്കാർക്ക് മാക്സിമം ഈ പറയുന്ന രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഈ ഗ്ലോബൽ സിവിൽ സൊസൈറ്റി ചെയ്യുന്നത്. നോ സിംഗിൾ കൺട്രി ക്യാൻ സോൾവ് ദിസ്, അല്ലെ? ലോകത്തിന്റെ മുഴുവൻ പട്ടിണിയും USA മാറ്റാൻ പറ്റുമോ? അവരെന്തായാലും മാറ്റില്ല, അത് വേറെ കാര്യം. അവർക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ അവര് എന്താണ്, അവർക്ക് 10 രൂപ ലാഭം കിട്ടണം, അല്ല അവർ ചെയ്യില്ല. എന്നാലും ഞാൻ പറയാണ്, എന്താണ്, അപ്പൊ ഇന്ത്യക്ക് മാറ്റാൻ പറ്റുമോ? ലോകത്തിന് മുഴുവൻ പറ്റില്ല. അതിനെന്ത് വേണം? കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ വേണം. ഓക്കെ, സോ കൺട്രീസ് മസ്റ്റ് കോപ്പറേറ്റ് ലീഡിങ് ടു ദ ഗ്രോത്ത് ഓഫ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്താണ്, കൺട്രീസ് കോപ്പറേറ്റ് ചെയ്ത് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ, അല്ലെങ്കിൽ ഗ്ലോബൽ ഒരു ഫ്രെയിം വർക്കിലൂടെ നിന്ന് ഈ പറയുന്ന ട്രാൻസ്നാഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബോർഡർലെസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം? കൗണ്ടർ ചെയ്യണം. റോൾ ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആർ ദ ബാക്ക് ബോൺ ഓഫ് ഗ്ലോബൽ ഗവർണൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്താണ്? ഗ്ലോബൽ ഗവർണൻസിന്റെ ബാക്ക് ബോൺ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ആ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ തന്നെ അതിന്റെയും ബാക്ക് ബോൺ എന്താണ്? UN ആണ്. ഓക്കെ, they function in 3 ways as instruments used by states to achieve goals. Okay, അപ്പം എന്താണ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? അതായത് ഇപ്പം ഒരു സ്റ്റേറ്റിന് എന്ത് വേണം? ഒരു സ്റ്റേറ്റിന് അവിടെ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള, ഇപ്പം പാലസ്തീന്റെ കാര്യം തന്നെ എടുക്കാം. പാലസ്തീൻ എന്താണ്, വളരെ ഗാസ സ്ട്രിപ്പിലും ഒക്കെ എന്താണ് ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്ത് വേണം? അവർക്ക് ഈ UN ഇടപെട്ട് അവിടെ പീസ് കൊണ്ടുവരണം എന്നുണ്ട് അവിടുത്തെ പാലസ്തീനിലെ ജനങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്, അപ്പൊ അവർക്ക് ഇതെന്താണ്, UN എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, അതാണ് ഇങ്ങനെ ഡെവലപ്മെന്റ് എയ്ഡ് ആയിക്കോട്ടെ, ഈ പറയുന്ന രീതിയിൽ ക്രൈസിസ് വരുമ്പോൾ കൊടുക്കുന്ന എയ്ഡ് ആയിക്കോട്ടെ, എയ്ഡ് കിട്ടുക എന്നൊക്കെ പറയുന്നത്. As arenas provide platform for discussion and negotiations. Example, UN General Assembly debates. Okay,
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കോട്ടെ, ടെററിസം ആയിക്കോട്ടെ, പോവർട്ടി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാവർക്കും ഇത് ഡിസ്കസ് ചെയ്യാനും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് വന്നെത്താനും എന്താകുന്നുണ്ട്, ഈ പറയുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു അറീനയാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വേദിയാവുന്നുണ്ട്. ആസ് ആക്ടേഴ്സ് ഹാവ് സം ഇൻഡിപെൻഡൻസ് ഇൻഫ്ലുവൻസ് ഗ്ലോബൽ പോളിസീസ് ആൻഡ് നോംസ്. ഓക്കെ, അപ്പം എന്തുണ്ട്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തുണ്ട്, ഈ ഗ്ലോബൽ പോളിസീസിനെയും നോംസിനെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഒരു സംഭവം, ഒരു പവർ ഉണ്ട്. അതാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. കാരണം ക്യോട്ടോ പ്രോട്ടോകോളിൽ ഇത്രയും പറയുന്ന 186 രാജ്യങ്ങളോളം സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ലീഗലി ബൈൻഡിങ് ആണ്. അപ്പം അത് അവർ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പോകാൻ നോക്കാനുള്ള പവറും അതോറിറ്റിക്ക് ആർക്കുണ്ട്, UN ഉണ്ട്. ഓക്കെ, അത് കണക്ക് തന്നെയാണ് ഈ പറയുന്ന UN പീസ് കീപ്പിംഗ് മിഷനും അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഈ വേറെ രാജ്യങ്ങളിൽ പോയി ഇടപെടാൻ സാധിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ടല്ലോ ക്രൈസിസ് വരുന്ന സിറ്റുവേഷനിൽ, അതൊക്കെയാണ് UN പീസ് കീപ്പിംഗ് മിഷന്റെ ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിന്റെ വേറെ എക്സാമ്പിൾ ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താണ്, പാൻഡമിക് റെസ്പോൺസ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ഫുഡ് സെക്യൂരിറ്റി. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഓക്കെ, international organization operate based on voluntary membership, respect for sovereignty, multilateralism, permanent institutional structure. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വോളണ്ടറി മെമ്പർഷിപ്പ് ആണ്. ഇപ്പൊ UN-ലേക്ക് ഒരു രാജ്യത്തിന് എന്താണ് മെമ്പർ ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ജനറൽ അസംബ്ലിയുള്ള രാജ്യങ്ങൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻ ബി എ മെമ്പർ. ഓക്കെ, അതിനകത്ത് നമുക്ക് എതിര് പറയാനൊന്നും വരത്തില്ല. അതെ, നീ ആഫ്രിക്കൻ അല്ലേ, അതൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അങ്ങനെ റേസിസം ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള പക്ഷപാതവും ഇല്ലാതെയാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് നൽകുക. പിന്നെ ഈ റീജിയണൽ ഓർഗനൈസേഷനിൽ അത് പറ്റില്ല. ഓക്കെ, റീജിയണൽ ഇപ്പൊ സാർക്കില് ഞങ്ങൾക്ക് മെമ്പർ ആവണമെന്ന് US പറഞ്ഞാൽ മെമ്പർ ആവാൻ പറ്റുമോ? പറ്റില്ല. കാരണം സാർക്ക് എന്താണ്, സൗത്ത് ഏഷ്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. പക്ഷേ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ പറ്റും. ഓക്കെ, പിന്നെ റെസ്പെക്ട് ഓഫ് സോവറിനിറ്റി, എല്ലാ രാജ്യങ്ങളും അവരവരുടെ പരമാധികാരത്തിനെ റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ മൾട്ടിലാറ്ററൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന പല രാജ്യങ്ങളുമായിട്ട് എന്തുണ്ട്, നമുക്ക് മൾട്ടിലാറ്ററലി ട്രേഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിഫൻസ് വെഞ്ചേഴ്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് കൊണ്ടുവന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് വരികയായിരിക്കും. പിന്നെ പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ, ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ബോഡി. ഇപ്പൊ ലീഗ് ഓഫ് നേഷൻസ് ഒക്കെ തുടങ്ങിയ ടൈമിൽ അത് പെർമനന്റ് ആയെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷെ എന്തായി, അവർ അടുത്തൊരു യുദ്ധം ഉണ്ടാവുകയും അത് എന്താണ്, അത് ഈ പറയുന്ന രീതിയിൽ ഒരു ക്ലോഷർ വരികയും ചെയ്തു. അതിനുശേഷമാണ് ഈ പറയുന്ന UN ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെന്തുണ്ട്, UN ആയിക്കോട്ടെ, ബ്രിക്സ് ആയിക്കോട്ടെ, സാർക്ക് ആയിക്കോട്ടെ, യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ എന്തുണ്ട്, ഒരു പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഉണ്ടല്ലേ, ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ ഒരു ലീഗലി ബൈൻഡിങ് ഡോക്യുമെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, എന്താണ് ഫംഗ്ഷൻ എന്താണ്, നമ്മൾ കുറെ പറഞ്ഞ കാരണം നമ്മൾ IR പഠിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് തന്നെ ഇടയ്ക്ക് തോന്നുന്നുണ്ടാവും പറഞ്ഞ കാര്യം തന്നെയല്ലേ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ടോപ്പിക്കുകളൊക്കെ ഭയങ്കര ഇന്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, ഭയങ്കര ഇന്റർ റിലേറ്റഡ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മറ്റേ എൻവയോൺമെന്റൽ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ പറഞ്ഞു വിടാറുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, ഇവര് 4-5 മോഡുകളാക്കി തിരിച്ചേക്കാണ്. പിന്നെ ഈ യൂണിറ്റൊന്നും അധികം വെയിറ്റേജും ഇല്ല. ഓക്കെ, നമ്മൾ നേരത്തെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ്. ഗ്ലോബൽ നോംസ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗ്ലോബൽ റൂൾസ് സെറ്റ് ചെയ്യുക, ഡിസ്പ്യൂട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പരിഹരിക്കുക. ഇപ്പൊ ICJ പോലെ, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പോലെ. ഓക്കെ, പിന്നെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുക്കുക, പീസ് കീപ്പിംഗ് മിഷൻസ് പോലെ, കോപ്പറേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉറപ്പുവരുത്തുക. UN പ്രധാനപ്പെട്ട ജോലി അതാണ്. ഓക്കെ, എവല്യൂഷൻ ഓഫ് ഗ്ലോബൽ ഗവർണൻസ്. ഓക്കെ, ഗ്ലോബൽ ഗവർണൻസ് നോട്ട് അപ്പിയർ സഡൻലി, ഇറ്റ് ഇവോൾവ് ഓവർ ടൈം. അപ്പൊ ഗ്ലോബൽ ഗവർണൻസ് എന്ന് പറയുന്നത് UN ഉണ്ടായതിനു ശേഷം വന്ന കാര്യമൊന്നുമല്ല, അത് കാലാകാലങ്ങളെ ഉള്ളതാണ്. അതിന് എന്ത് പറ്റുന്നുണ്ട്, അത് ഇവോൾവ് ആയി വന്നതാണ്. ഓക്കെ, അത് കാലക്രമേണ ആ ഒരു സ്റ്റേജിലേക്ക് വന്ന് എത്തിക്കായിരുന്നു. ഏർലി സ്റ്റേജ് ഏഷ്യൻ അലയൻസസ് ആൻഡ് ട്രീറ്റീസ്. ഓക്കെ, അപ്പൊ എന്താണ്, പണ്ട് തൊട്ട് എന്തുണ്ട്, ഒരു അലയൻസസ് ആൻഡ് ട്രീറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പം വെസ്റ്റ്ഫാലിയൻ ട്രീറ്റി എന്താണ്, ഈ പറയുന്ന ഒരു ഗ്ലോബൽ ഗവർണൻസിന്റെ ഭാഗമായിട്ട് വന്നൊരു ട്രീറ്റിയാണ് വെസ്റ്റ്ഫാലിയൻ ട്രീറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനെ പൊന്നുപോലെ കൊണ്ടു കിടക്കുക, ഞങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനെ നോക്കിക്കോളാം എന്ന് പറയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ട്രീറ്റി ആയിരുന്നു വെസ്റ്റ്ഫാലിയൻ ട്രീറ്റി എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്, അതൊരു ഗ്ലോബൽ ഗവർണൻസ് ആണ്. കാരണം മൾട്ടിലാറ്ററലി പല രാജ്യങ്ങളും ഒരുമിച്ച് ഒപ്പിട്ടൊരു കാര്യമാണ്. അപ്പൊ അവിടെ എന്തുണ്ട്, അവിടെ ഈ പറയുന്ന ഗ്ലോബൽ ഗവർണൻസിന്റെ ആസ്പെക്ട് ഉണ്ട്. മോഡേൺ ബിഗിനിങ്, ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയൻ ഞാൻ ഇപ്പൊ പറഞ്ഞു വെച്ചോളൂ. ഇൻട്രൊഡ്യൂസ്ഡ് സോവറിറ്റി ആൻഡ് നോൺ ഇന്റർഫിയറൻസ്. ഓക്കെ, 19th സെഞ്ചുറിയിൽ ടെക്നിക്കൽ കോപ്പറേഷൻ, പോസ്റ്റൽ ട്രേഡ് യൂണിയൻസ്. അപ്പൊ 19th സെഞ്ചുറിയിൽ എന്ത് വരുന്നു, ഇത് കണക്ക് തന്നെ. ഇപ്പൊ സ്റ്റേറ്റ് മാത്രമല്ലല്ലോ ഈ പറയുന്ന രീതിയിൽ എന്താണ്, ഈ പറയുന്ന രീതിയിൽ കോപ്പറേഷൻ ഉറപ്പുവരുത്തുക. ട്രേഡ് യൂണിയൻസ് ആണെങ്കിൽ എന്താണ്, അതൊരുത്തരുള്ള ഇന്റർനാഷണൽ കോപ്പറേഷൻസ് ആണ് ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഗ്ലോബൽ ഗവർണൻസിനെയൊക്കെ എന്താണ് ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ട്രേഡ് യൂണിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ 20th സെഞ്ചുറിയിൽ
ലീഗ് ഓഫ് നേഷൻസ്, യുണൈറ്റഡ് നേഷൻസ്, നമുക്കെല്ലാം അറിയുന്ന പോലെ ലീഗ് ഓഫ് നേഷൻസ് വരുന്നു. പക്ഷെ ലീഗ് ഓഫ് നേഷൻസ് എന്ത് പറ്റി? ലീഗ് ഓഫ് നേഷൻസ് ഒരു ഫെയിലിയർ ആയിരുന്നു. ലീഗ് ഓഫ് നേഷൻസ് ഫെയിലിയർ ആവാൻ കാരണം എന്താ? World War II വന്നു. ഓക്കെ, അതിനുശേഷം യുണൈറ്റഡ് നേഷൻസ് വരുന്നു. പക്ഷെ യുണൈറ്റഡ് നേഷൻസ് വാസ് എ പാർഷ്യൽ സക്സസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കാരണം അതിന്റെ ഒരു ഐഡിയ വെച്ച് എന്തിനാണോ ഐഡിയ തുടങ്ങിയെന്ന് പറഞ്ഞാലും അതിന് പൂർണ്ണമായിട്ടും ലോകത്തിന് പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല. അതിനൊക്കെ തന്നെ ഈ പറയുന്ന UN സെക്യൂരിറ്റി കൗൺസിൽ ഈ പറയുന്ന 5 പെർമനന്റ് മെമ്പേഴ്സ് ആണുള്ളത്. ഇവരെല്ലാം അതിനകത്ത് എന്തില്ല, ഒരു പ്രോപ്പർ റെപ്രസെന്റേഷൻ ഇല്ല. ഞാൻ പറഞ്ഞു, ലാറ്റിൻ അമേരിക്കയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ ഒന്നും ഒരു പെർമനന്റ് മെമ്പർ ഇന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ ഇല്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന ബാക്കി കോണ്ടിനെന്റിൽ ഇരിക്കുന്ന ബാക്കി ഈ മുതലാളിത്ത രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവരാണ് ഇവരുടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് UN സെക്യൂരിറ്റി കൗൺസിലിലെ ഏറ്റവും വലിയ ക്രിറ്റിസിസം. എന്താണ്? പ്രോപ്പർ റെപ്രസെന്റേഷൻ ഇല്ല. അപ്പം ആ ഒരു ആസ്പെക്ടിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് യുണൈറ്റഡ് നേഷൻസിന് ഒരു സ്റ്റിൽ സ്റ്റാൻഡിങ് ഓർഗനൈസേഷൻ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഈ വേൾഡ് വാറിന് ശേഷവും ഇത്രയും ലോകത്തിൽ കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ബ്രേക്ക് ആവാൻ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ നമുക്ക് പറയാൻ കഴിയുമെങ്കിലും അതിന് നമുക്കൊരു പാർഷ്യൽ സക്സസ് ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, കീ ഏരിയാസ് ഓഫ് ഗ്ലോബൽ ഗവർണൻസ്. എൻവയോൺമെന്റൽ ഗവർണൻസ് നമ്മൾ പറഞ്ഞിരുന്നു. എൻവയോൺമെന്റ് ഗവർണൻസ് ആണ് ഇന്ന് ലോകത്തിൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന UN ഒക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, എൻവയോൺമെന്റൽ ഇഷ്യൂസിലാണ് എല്ലാവരും ഒരേപോലെ സഹകരിച്ച് അല്ലെങ്കിൽ എന്താണ് ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് കുറച്ചും കൂടെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടെ അതോറിറ്റി ഉള്ളത്. കാരണം എന്താണ്? എൻവയോൺമെന്റൽ ഇഷ്യൂ എന്ന് പറയുന്നത് അതിന് കറുത്തവനെന്നോ വെളുത്തവനെന്നോ കാര്യങ്ങളൊന്നുമില്ല. അത് മനുഷ്യന്മാരെ മൊത്തത്തിൽ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്, ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് എല്ലാരെയും ഒരേ കണക്ക് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം മറന്നുകൊണ്ട് എന്താണ് യുനാനിമസ്ലി ഈ പറയുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൂടെ ചേർന്ന് അല്ലെങ്കിൽ ഗ്ലോബൽ ഗവർണൻസിന്റെ പാർട്ടായിട്ട് എൻവയോൺമെന്റൽ ഗവർണൻസിനെ ഒരുമിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP, പാരീസ് അഗ്രിമെന്റ് ഒക്കെ ഇതിന്റെ പാർട്ടാണ്. സ്റ്റേറ്റ്സ് ഹാവിംഗ് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്, സോ കോപ്പറേഷൻ ഇസ് ഡിഫിക്കൽട്ട്. അപ്പം ഇതിനകത്ത് എന്താ പ്രശ്നമുണ്ട്? നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു മറ്റേ CBDR, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലെ. അതായത് എല്ലാ സ്റ്റേറ്റ്സിനും എന്ത് പറ്റില്ല, ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന്റെ കാര്യം വരുമ്പോഴത്തേക്ക് എല്ലാ സ്റ്റേറ്റ്സിനും ഒരേ കണക്ക് പരിഹരിച്ച് എല്ലാവരും ഒരേ കണക്ക് കൗണ്ടർ ചെയ്യണമെന്ന് പറയില്ല. കാരണം ചില രാജ്യങ്ങളാണ് കൂടുതൽ കാർബൺ എമിഷൻ കൂടുതൽ ചെയ്യുന്നത്. എന്താണ്? കൂടുതൽ ഇൻഡസ്ട്രിയലൈസ് ആയിട്ടുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ കൂടുതൽ കാർബൺ എമിഷൻ ഉണ്ടാവും. അപ്പം അവർക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഈ ഡെവലപ്പിംഗ് രാജ്യങ്ങളും ഡെവലപ്ഡ് രാജ്യങ്ങളും തമ്മിൽ ഒരു കോൺഫ്ലിക്ട് നടക്കുന്ന കാര്യം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പം ഈ കാര്യത്തിൽ എന്തുണ്ട്? ഒരു കോൺഫ്ലിക്ട് ഉണ്ട്. പിന്നെന്തുണ്ട്? ഹ്യൂമൻ റൈറ്റ്സ് ഗവർണൻസ് ഡെവലപ്ഡ് ആഫ്റ്റർ World War II. കാരണം World War II എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, ഹ്യൂമൻസിന്റെ മുകളിൽ ഈ പറയുന്ന രീതിയിൽ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ നടന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന World War II നടന്നിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര ഗ്രേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ആയിരുന്നു. അപ്പം അതിനുശേഷമാണ് ഹ്യൂമൻ റൈറ്റ്സ് ഗവർണൻസ്. അപ്പം അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു വാറിൽ ഒരു പ്രിസണറിനെ എടുക്കുകയാണെങ്കിൽ കൂടെ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ World War II ശേഷമാണ് വരുന്നത്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നമുക്കെല്ലാം പറയുന്നത് UDHR വരുന്നുണ്ട്. അതേപോലെ ടോർച്ചറിനെതിരെ ഒരു മനുഷ്യനെ ടോർച്ചർ ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ എന്താണ് ഡോക്യുമെന്റ് ലോകത്തിലെ രാജ്യങ്ങളെല്ലാം കൂടെ സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിയലിസ്റ്റിക് വ്യൂ, സോവറിറ്റി ഈസ് സുപ്രീം, നോൺ ഇന്റർഫിയറൻസ്. റിയലിസം നമ്മൾ പഠിച്ചാണ്. എന്താണ്? സോവറിറ്റിയാണ്, പരമാധികാരമാണ് എപ്പോഴും സുപ്രീം. ഓക്കെ, അതിന് മുകളിലേക്ക് വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞു വിടുന്നുള്ളൂ കേട്ടോ, കാരണം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു പോയ കാര്യങ്ങൾ. ഹ്യൂമൻ റൈറ്റ്സ് ആർ മോർ ഇമ്പോർട്ടന്റ്, ഇന്റർവെൻഷൻ ജസ്റ്റിഫൈഡ്. ലിബറൽ വ്യൂവിലേക്ക് വരുമ്പോൾ എന്താണ്? അവിടെ കുറച്ചും കൂടെ നമുക്കറിയാം, ലിബറൽ വ്യൂ ആകുമ്പോൾ എന്താണ്? കുറച്ചുകൂടി ഇൻഡിവിജ്വലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇമ്പോർട്ടന്റ്. സ്റ്റേറ്റോ നിങ്ങളുടെ സോവറിറ്റി ഒന്നല്ല കാര്യം, ഹ്യൂമൻ റൈറ്റ്സ് ആണ്, അവിടെ മനുഷ്യന്മാരുടെ കാര്യമാണ് ഇമ്പോർട്ടന്റ് ആണ് ലിബറൽ പറയുന്നത്. ഓക്കെ, ഒരു ഇന്റർവെൻഷൻ, ഒരു പുറത്തുനിന്നൊരു ഇന്റർവെൻഷൻ ഉണ്ടാവുക, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടക്കുന്നു, പുറത്തൊരു ഇന്റർവെൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഓക്കെ ആണ് എന്നാണ് ലിബറൽ വ്യൂ പറയുന്നത്. പക്ഷേ റിയലിസ്റ്റ് വ്യൂ അങ്ങനെ പറയില്ല. റിയലിസ്റ്റ് വ്യൂ എന്താണ് പറയുന്നത്? നോൺ ഇന്റർഫിയറൻസ് ആണ്, പുറത്തുനിന്ന് ആരും വന്ന് ഡീൽ ചെയ്ത് സ്റ്റേറ്റിനകത്ത് പ്രശ്നം ഉണ്ടാവുകയാൽ സ്റ്റേറ്റിനെ ഡീൽ ചെയ്യും. ഓക്കെ, പിന്നെയാണ് ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻ, യൂസ് ഓഫ് ഫോഴ്സ് ടു സ്റ്റോപ്പ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്. ഓക്കെ, ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻ എന്നാണ്. ഇപ്പൊ UN പീസ് കീപ്പിംഗ് മിഷൻസ് ഒക്കെ ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻസ് ആണ്. ഓക്കെ, അതായത് ഹ്യൂമൻ റൈറ്റ്സ് വയലൻസ് ഉണ്ടാകുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുക, അതിന് കോൺഫ്ലിക്റ്റിലൂടെയാണ് അല്ലെങ്കിൽ അഗ്രസീവ് മെഷേഴ്സിലൂടെ ആണെങ്കിലും അങ്ങനെയാണെങ്കിലും കൗണ്ടർ ചെയ്യുന്ന ഒരു ഐഡിയ ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻ പറയുന്നതാണ്. ഈ കൊസോവോ ഇന്റർവെൻഷൻ, റോണ്ട ഫെയിലിയർ ഒക്കെ. ഈ കൊസോവിലും റോണ്ടയിലൊക്കെ ഈ പറഞ്ഞ ജനസൈഡ് നടക്കുന്ന ടൈമിൽ ഈ പറയുന്ന UN എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സൗത്ത് സുഡാനിലൊക്കെ സിവിൽ വാറിന്റെ പേരിൽ അവിടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റീസ് തമ്മിൽ എന്താണ് കൂട്ടക്കൊലയും ജനസൈഡും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെയും ഈ പറയുന്ന UN എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവിടെ ഈ പറയുന്ന നെഗോഷിയേറ്റ് അവിടെ നടത്തുന്നു.
ഓക്കെ, പിന്നെ R2P എന്ന് പറയുന്നത് സ്റ്റേറ്റ് മസ്റ്റ് പ്രൊട്ടക്ട് റെസ്പോൺസിബിൾ. അത് ഒരു റിയൽ സ്റ്റഡിയാണ്. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് സിറ്റിസൺസിന്റെ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇഫ് ദേ ഫെയിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ക്യാൻ ഇന്റർവ്യൂ. അപ്പൊ R2P പറയുന്നത് എന്താണ്? സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന സിറ്റിസൺസിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നത്. അതിന് സ്റ്റേറ്റിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്താണ്? അത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഫോറംസ് ആവാം. ആർക്ക് വേണമെങ്കിലും ഇടപെട്ട് അത് പരിഹരിക്കാന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഡെവലപ്മെന്റ് ഗവർണൻസ് പറയുന്നത് ഇപ്പം MD നിങ്ങൾക്ക് എന്താണ് SDGs സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പേപ്പർ 1 പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു 8 ഗോൾസ്, ഒരു 16 ഗോൾസും ഉണ്ട്. ഓക്കെ, 16 MDGs 8ഉം SDGs 16ആണോ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എത്ര ഗോൾസ് ഉണ്ട്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എത്ര ഗോൾസ് ഉണ്ട്? സസ്റ്റൈനബിൾ 17 ഗോൾസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ അതെന്താണ്? ഈ പോവർട്ടി, ഇൻഇക്വാലിറ്റി, ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ കൗണ്ടർ ചെയ്യുക എന്ന രീതിയിലുള്ളൊരു വന്ന ലോകം മൊത്തം എന്താണ് ഫോളോ ചെയ്യണം എന്നൊരു ഒരു നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോലെ ലീഗലി ബൈൻഡിങ് ആയ ഒരു കാര്യമൊന്നുമല്ല. എല്ലാവരും ഇതിനൊക്കെ വേണം പ്രവർത്തിക്കാൻ എന്ന് പറയുന്ന ഒരു ഗോളാണ്. ഓക്കെ, ഒരു ലക്ഷ്യമാണ്. രാജ്യങ്ങളുടെ ലക്ഷ്യം ഇതായിരിക്കണം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് MDG, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അപ്പോൾ അതടക്കം തന്നെ UN പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ്. UNICEF ചിൽഡ്രൻസിന്റെ ഫണ്ടിന് വേണ്ടി, UNDP ഡെവലപ്മെന്റിന് വേണ്ടി, അത് കണക്ക് WPF എന്തിനു വേണ്ടി, ഫുഡ് എയ്ഡിന് വേണ്ടി. ഓക്കെ, അപ്പൊ ലിമിറ്റേഷൻസ് ഓഫ് ഗ്ലോബൽ ഗവർണൻസ് നോക്കാം. അതിന്റെ ഇടയ്ക്ക് കുറച്ച് പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ പറയുന്നത് എല്ലാം നമ്മൾ നോക്കിയതാണ്. അതുകൊണ്ട് ഞാൻ അധികം വലിച്ചിട്ടുന്നില്ല. ലിമിറ്റേഷൻസ് ഓഫ് ഗ്ലോബൽ ഗവർണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോമിനൻസ് ഓഫ് പവർഫുൾ കൺട്രീസ്. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന ഗ്ലോബൽ ഗവർണൻസ് ഒരു ഗ്ലോബൽ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് പറ്റുന്നു? അവിടെ ഈ പറയുന്ന ഒരു ബാലൻസ് ഓഫ് പവർ ഇല്ലാതാവുകയും അവിടെ കുറച്ച് രാജ്യങ്ങൾ മാത്രം ഡോമിനേറ്റ് ചെയ്യുകയും. അതിന്റെ പ്രൈം എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ സെക്യൂരിറ്റി കൗൺസിൽ UN സെക്യൂരിറ്റി കൗൺസിൽ ഇഷ്യൂ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അവിടെ എന്തുണ്ട്? ഈ പറയുന്ന ചില രാജ്യങ്ങൾക്ക്, ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് എന്തുണ്ട്? US പോലുള്ള, ചൈന പോലുള്ള, റഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് എന്തുണ്ട്? ഒരു ഡോമിനേഷൻ ഉണ്ട്, ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി. നമ്മൾ നേരത്തെ റീൽസിലൊക്കെ പറഞ്ഞ പോലെ എന്തില്ല? ഒരു ഗ്ലോബൽ ഈ പറയുന്ന ഒരു ഗവൺമെന്റ് ഇല്ല. ഓക്കെ, ഒരു ഗ്ലോബൽ ഗവൺമെന്റ് ഇല്ല, അല്ലെങ്കിൽ ഗ്ലോബൽ സോവറിൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫോളോ ചെയ്യാം എന്ന് പറയാം, അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നൊക്കെ പറയാം. പക്ഷെ അവിടെ എന്തില്ല? അക്കൗണ്ടബിലിറ്റി ഇല്ല. ഓക്കെ, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അക്കൗണ്ടബിലിറ്റി ഇല്ല. ഓക്കെ, പിന്നെ ഇൻഎഫിഷ്യൻസി നേരത്തെ പറഞ്ഞ വെച്ച കാര്യമാണ്. ഗ്ലോബൽ ഗവർണൻസിൽ ഈ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യം പറയുമ്പോൾ അവിടെ എന്താണ്? ഇൻഎഫിഷ്യന്റ് ആണ് പല കാര്യങ്ങളും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന നമ്മൾ ഈ UN ഒക്കെ ഫാക്ടർ എടുത്താലും അതൊക്കെ ഒരു പാർഷ്യൽ സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. UN ഒക്കെ ഒരു പാർഷ്യൽ സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇൻഎഫിഷ്യന്റ് ആയിട്ടാണ് പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന രീതിയിൽ ലോകത്തിലെ പല രാജ്യങ്ങളുടെ മുകളിലും അധികാര പരിധി ഇല്ല എന്ന് വേണം പറയാം. അല്ലെങ്കിൽ അവരുടെ വാക്ക് ഇന്ന് എന്താണ് പഴയ ചാക്കായി മാറിയിരിക്കുന്നു നമുക്ക് വേണം പറയാം. ഓക്കെ, ഗ്യാപ്പ് ബിറ്റ്വീൻ ഗോൾസ് ആൻഡ് ഔട്ട്കം പറയുന്ന MDGs ആയിക്കോട്ടെ, SDGs ആയിക്കോട്ടെ, ഗോളും ലക്ഷ്യവും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ അതൊക്കെ എത്രത്തോളം എന്താണ് അതിന് ഒരു ഔട്ട്കം അതിന് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ക്ലോഷർ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് പറഞ്ഞ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഡീ ഗ്ലോബലൈസേഷൻ, റീസെന്റ് റൈസ് ഓഫ് നാഷണലിസം. ഡീ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഗ്ലോബലൈസേഷൻ കൊണ്ടും കുറച്ച് പ്രശ്നങ്ങൾ. ഈ ഒരു റീസെന്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബലൈസേഷൻ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ഈ കുറച്ചും കൂടെ ഈ പറയുന്ന രീതിയിൽ ബോർഡർ ഇല്ലാതാക്കുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണല്ലോ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിന് എന്താണ് ഒരു ഡീ ഗ്ലോബലൈസേഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ അതിനെതിരെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഉയർന്നു വരുന്നുണ്ട്. അതാണ് റൈസ് ഓഫ് നാഷണലിസം എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റിനെക്കാളും നേഷന് ഇമ്പോർട്ടൻസ്. ഇപ്പം ഇന്ത്യയിലൊക്കെ നോക്കിയാൽ നാഷണലിസം എന്ന് പറയുന്ന കാര്യത്തിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ നാഷണലിസവും സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ ഇമോഷണൽ ഐഡന്റിറ്റി ആണ് നേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരേ എത്നിക് അല്ലെങ്കിൽ ഒരേ കൾച്ചറൽ ഐഡന്റിറ്റി ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരേ ആസ്പിറേഷൻ ഷെയർ ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ അതിന് നേഷൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലീഗൽ ബോഡിയാണ്. ഓക്കെ, ലീഗൽ പൊളിറ്റിക്കൽ ബോഡിയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, ഈ ഗവൺമെന്റും അല്ലെങ്കിൽ ബ്യൂറോക്രസി ഒക്കെ വരുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റേറ്റ് നേഷൻ തമ്മിലുള്ളത്. അപ്പൊ നാഷണലിസം എന്ന് പറഞ്ഞ സംഭവം കൂടുമ്പോഴത്തേക്ക് അവിടെ എന്ത് പറ്റുന്നു, കുറച്ചും കൂടി ഈ പറയുന്ന രീതിയിൽ സ്റ്റേറ്റ് സെന്റേഡ് ആയി മാറുന്നു. ഓക്കെ, സ്റ്റേറ്റ് സെന്റേഡ് ആയി മാറുന്നു. അതായത് ഞങ്ങളുടെ പരമാധികാരം ഞങ്ങൾ തന്നെ വെച്ചോളാം, ഈ പറയുന്ന ഇന്ത്യ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ കുറയുന്നു. ഓക്കെ, പിന്നെ ഈ ട്രേഡ് കോൺഫ്ലിക്ട്സ് ഈ പറയുന്ന രീതിയിൽ ഗ്ലോബലൈസേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് വരുന്നു, കൂടുതൽ ട്രേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ കോംപ്ലക്സ് ഇന്ത്യ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ അവിടെ എന്തുണ്ടെന്ന് ഈ പറയുന്ന ട്രേഡിന്റെ മുകളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പൊ ചൈനയും യുഎസും തമ്മിൽ റീസെന്റ് ഈ പറയുന്ന രീതിയിൽ ടാരിഫിന്റെ മുകളിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ കോൺഫ്ലിക്റ്റുകളും ഉണ്ടാവുന്നു. പിന്നെ COVID-19 എക്സ്പോസ് വീക്ക്നെസ്. COVID-19 എങ്ങനെയാണ് ഗ്ലോബലൈസേഷന്റെ വീക്ക്നെസ് കണ്ടെത്തിയത്? അതായത് നമ്മളിപ്പം പറഞ്ഞു വെച്ചു, അതായത് കോംപ്ലക്സ് ഇന്റർ ഡിഫറൻസ് ആണ്. രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീകരമായ രീതിയിൽ ഒരു 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 വെബ് പോലെ ഇന്ത്യ ഡിപ്പെൻഡ് ആണ്. അപ്പൊ COVID-19 വന്നപ്പോൾ എന്ത് പറ്റി, ലോകം ഫുള്ള് ലോക്ക്ഡൌണിൽ പോയില്ലേ. ലോകം ഫുള്ള് ലോക്ക്ഡൌണിൽ പോയപ്പോഴത്തേക്കുമാണ് ഗ്ലോബലൈസേഷന്റെ പ്രശ്നം ലോകം മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ അത്രത്തോളം ഇന്ത്യ ഡിപ്പെൻഡ് ആയപ്പോഴത്തേക്കും ഈവൻ ഇപ്പം എന്താണ് ഈ പറഞ്ഞ ലോക്ക്ഡൌൺ വന്നപ്പോൾ പല രീതിയിൽ പല രാജ്യങ്ങൾ ഭക്ഷ്യക്ഷാമം ഉൾപ്പെടെ ഇലക്ട്രോണിക് ക്ഷാമം ഉൾപ്പെടെ പല രീതിയിലാണ് പല രാജ്യങ്ങൾ അനുഭവിച്ചത്. ഓക്കെ, പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പല. ഇപ്പം ഇന്ത്യയിലൊക്കെ ചൈനയായിട്ട് ചൈനയിലായിരുന്നു ഈ സാധനം വന്നത്. ഓക്കെ, അപ്പം അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്ന ടൈമിൽ ഇന്ത്യയിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഇലക്ട്രോണിക് ക്രൈസിസ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോണിക് ക്രൈസിസ് തന്നെ ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് വാട്ട്? ബിക്കോസ് ഓഫ് COVID-19 ആൻഡ് ലോക്ക്ഡൌൺ. ഓക്കെ, അപ്പം COVID-19 വന്നപ്പോൾ അതെന്ത് ചെയ്തു, ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഇന്റർ ഡിഫറൻസ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു വീക്ക്നെസ്സും കൂടിയാണ് COVID-19 എക്സ്പോസ് ചെയ്തത്. ഓക്കെ, ഫൈനൽ കൺക്ലൂഷൻ, ഗ്ലോബൽ ഗവർണൻസ് ഇസ് എസെൻഷ്യൽ ബട്ട് ഇംപെർഫെക്റ്റ്. ഗ്ലോബൽ ഗവർണൻസ് എന്താണ്? ഗ്ലോബൽ ഗവർണൻസ് പറഞ്ഞ കാര്യം വേണം. ഓക്കെ, കാരണം ഇന്ന് ലോകത്തിൽ ഒരു രാജ്യത്തിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, അതിന് പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസിന് കോൺഫ്ലിക്റ്റിനൊന്നും എന്ന് പറയുന്ന രീതിയിൽ ബോർഡേഴ്സ് ഇല്ല. ഗ്ലോബലൈസേഷൻ ഈ മാർക്കറ്റ് ബോർഡർ ഇല്ലാതായതുപോലെ ആൾക്കാർ തമ്മിൽ ബോർഡർ ഇല്ലാതായതുപോലെ പ്രശ്നങ്ങൾക്ക് ബോർഡർ ഇല്ലാതായിരിക്കുകയാണ്. അപ്പൊ എന്ത് വേണം, അവിടെ ഒരു ഗ്ലോബൽ സിവിൽ സൊസൈറ്റിയുടെ ആവശ്യമുണ്ട്, ഗ്ലോബൽ ഗവർണൻസിന്റെ ആവശ്യമുണ്ട്. പക്ഷെ എന്താണ്, എസെൻഷ്യൽ ആണ്, പക്ഷെ ഇന്നും അതൊരു ഇംപെർഫെക്റ്റ് ആണ്. ഈ പറയുന്ന രീതിയിൽ ഡോമിനേഷന്റെ പ്രശ്നങ്ങളുണ്ട്, ഈ പറയുന്ന രീതിയിൽ പല രീതിക്കുള്ള എന്താണ് കോൺഫ്ലിക്റ്റുകളുടെ പ്രശ്നമുണ്ട്. ഓക്കെ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആർ ക്രൂഷ്യൽ ബട്ട് ലിമിറ്റഡ്. അതേ കണക്കിനാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്താണ്, ഇറ്റ്സ് നെസസറി, ഇറ്റ്സ് ക്രൂഷ്യൽ ബട്ട് ഇറ്റ് ഇസ് വാട്ട്, ഇറ്റ് ഇസ് ലിമിറ്റഡ്. പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു UN ഒക്കെ പവർ എടുത്താൽ കൂടി UN എത്രത്തോളം പവർ ചെലുത്താൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ഔട്ട്കം കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഓക്കെ, ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ബെറ്റർ കോപ്പറേഷൻ, മോർ ഇക്വാലിറ്റി, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതായത് ബെറ്റർ കോപ്പറേഷൻ, പിന്നെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഡോമിനേഷൻ കുറച്ചും കൂടെ ബാലൻസിലൊക്കെ പോയിട്ട് ഈ പറയുന്ന UN ഒക്കെ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി കുറച്ചും കൂടെ ഗ്ലോബൽ ഗവർണൻസിൽ കീ പ്ലെയർ ആയിട്ട് UN ഒക്കെ മാറാൻ കഴിയുകയാണെങ്കിലാണ് ഈ പറയുന്ന രീതിയിൽ ഗ്ലോബൽ ഗവർണൻസ് എന്ന് പറയുന്ന സംഭവത്തിന് ഒരു പെർഫെക്ഷൻ, ഒരു ക്ലോഷർ കിട്ടുക എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പം ഇതോടുകൂടി നമ്മുടെ IR-ന്റെ യൂണിറ്റ് കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി, അധികം ക്വസ്റ്റ്യൻസും ഇല്ല. അപ്പം ഞാൻ എന്റെ നാളെ ക്ലാസ്സിൽ തോന്നുന്നു. അപ്പൊ നമ്മൾ നാളെ അടുത്ത യൂണിറ്റ് തുടങ്ങും. ഓക്കെ, നാളെ നമ്മൾ അടുത്ത യൂണിറ്റ് തുടങ്ങും, കാരണം സമയമില്ല. നിങ്ങൾക്ക് എക്സാമിന് ഇതൊക്കെ വിളിച്ചില്ലേ, നമുക്ക് നാളെ അടുത്ത യൂണിറ്റ് ഞാൻ തുടങ്ങും. യൂണിറ്റ് 1 ആയിരിക്കും. ഓക്കെ, തിയറീസ് ആയിരിക്കും നമ്മൾ നോക്കുക. ഓക്കെ, മോഡേൺ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതായിരിക്കും ഞാൻ നോക്കുക. നാളെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് ആ യൂണിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം. പിന്നെ ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അത് കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. യൂണിറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ നേരത്തെ ഇപ്പൊ ഗ്ലോബലൈസേഷന്റെ കാര്യം പറഞ്ഞ പോലെ ഭയങ്കര ഇന്റർ ഡിഫറൻസ് ഉള്ള പോലെ ഈ ടോപ്പിക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ പറഞ്ഞ കാര്യം തന്നെ നോട്ട്സ് PDF റെഡി ആണോ? മോഡ്യൂൾ 1-ന്റെ 2-ന്റെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. മോഡ്യൂൾ 1-ന്റെയും 2-ന്റെയും മോഡ്യൂൾ 1-ന്റെ മോഡ്യൂൾ 2-ന്റെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. മോഡ്യൂൾ 1 കിട്ടിയില്ലേ? മോഡ്യൂൾ 1-ന്റെ നോട്ട്സ് മോഡ്യൂൾ 1-ന്റെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. മോഡ്യൂൾ 2 കിട്ടി, മോഡ്യൂൾ 1 ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. 1 ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ഞാൻ ഏപ്രിൽ 26-ന് അയച്ചു കൊടുത്തതാണ്. ഞാനൊരു 4 ദിവസം ഇല്ലായിരുന്നു, അപ്പൊ അതിന് മുന്നേ ഞാൻ അയച്ചു കൊടുത്തതാണ് മോഡ്യൂൾ 1-ന്റെ നോട്ട്സ്. ഓക്കെ, മോഡ്യൂൾ 1 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക, ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, so that's it for today. Thank you for attending the class.